ദീപ ജോസഫ് ഇവിടെ തങ്ങളുടെ പോസ്റ്റിലേക്ക് തന്നെ വരികയാണ്. പിന്നെ അകത്തിടേണ്ട തുണി പുറത്തിട്ടും പുറത്തിടേണ്ടതൊക്കെ അകത്തുമിട്ട് ഷോ കാണിച്ച് നടന്നിട്ട് പരിഷ്കാരവും ആവിഷ്കാരവും സ്വാതന്ത്ര്യവും ആണെന്ന് മേനി പറഞ്ഞിട്ട് എന്ത് കാര്യം? മാനം പോയി എന്ന് മീഡിയയ്ക്ക് മുന്നിൽ വന്നൊരുത്തിയെ കണ്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞ് എന്തൊരു സ്ത്രീവിരുദ്ധ വർത്തമാനമാണെന്ന് താങ്കൾ ഒരു സുപ്രീം കോടതി അഭിഭാഷകല്ലേ, ഇങ്ങനെയൊക്കെ പറയാവോ? അല്ല, എൻ്റെ പൊസിഷനുമായിട്ട് എൻ്റെ പോസ്റ്റിനെ നിങ്ങൾ ബന്ധിപ്പിക്കേണ്ട. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാൻ അവകാശമില്ല, പിന്നെ അത് ആർക്കാണ് പറയാൻ അവകാശമുള്ളത്? അല്ലാതെ സ്ത്രീവിരുദ്ധമാണ്. എന്റെ കണ്ണു മുമ്പിൽ കാണുന്നതിനെ ഞാൻ പ്രതികരിക്കാതിരിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത്? അത് സ്ത്രീവിരുദ്ധമാണ്. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും സ്ത്രീ വിരുദ്ധമാണെന്ന്? നൈതിക വിരുദ്ധമാണ്. അത്യാവശ്യത്തിന് ഡ്രസ്സ് ധരിച്ച് അത് ഈ പറയുന്ന ട്രോമയിൽ കഴിയുന്നവരെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നതാണ്. നിങ്ങൾ പറയുന്നതല്ലേ? നിങ്ങൾ കൂടെ നിൽക്കേണ്ടവരാണ് ദീപ, അല്ലേ? ബാക്ക് സ്റ്റാബ് ചെയ്യാവോ? അങ്ങനെയാണെങ്കിൽ ഇഷ്ടം പോലെ സ്ത്രീകള് ട്രോമയിലാണ് കഴിയുന്നത്. അത്യാവശ്യം ഡ്രസ് ഉപയോഗിച്ച് മാന്യമായ രീതിയിൽ ഡ്രസ് ഉപയോഗിച്ച് നടക്കുന്നവർക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. നിങ്ങൾ ഏത് കാലത്ത് നിന്ന് സംസാരിക്കുന്നത് ദീപ? നിങ്ങൾ ഏത് കാലത്തിരുന്നാ സംസാരിക്കുന്നേ? മാന്യമായിട്ട് ഡ്രസ് ധരിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മാന്യമായിട്ട് ഡ്രസ് ധരിക്കുന്നതിനെ ചോദ്യം ചെയ്തതിന് ആദ്യമായിട്ട് പ്രതികരിച്ചു കാണുവാൻ ഞാൻ. ആളുടെ ഭാര്യയും അമ്മയും പെങ്ങളും ഒക്കെ ഇങ്ങനെയാണോ ധരിക്കുന്ന ഡ്രസ്? ഭാര്യ അമ്മ പെങ്ങൾ അതൊക്കെ പഴയ വാദമല്ലേ? അതൊക്കെ 1982 വാദമല്ലേ? 2021 പറയാവോ? ഞാൻ പറയുന്നത് ഇവിടെ നോക്കൂ. അല്ലല്ല അടുക്കൽ ദീപ അല്ല, ആ പുരുഷൻ അത് ആരാണ്? അദ്ദേഹത്തിന്റെ ഇങ്ങനത്തെ ഡ്രസ്സാണോ ധരിക്കുന്നത്? അങ്ങനെ വ്യക്തിപരമല്ല, അങ്ങനെ വ്യക്തിപരമല്ല. അങ്ങനല്ല ഇവിടുത്തെ പ്രശ്നം. അല്ലല്ല ഇവിടുത്തെ പ്രശ്നം എന്റെ വീട്ടിൽ നിന്റെ വീട്ടിൽ എന്നുള്ളതല്ല. അല്ലല്ല അടുക്കൽ ദീപ ജോസഫ് ഇവിടെ എന്റെ വീട് നിന്റെ വീട് തുടങ്ങിയ എന്താണ് വൈയക്തിക വൈകാരികതയിലേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം ഒരു യുവ നേതാവിനെതിരെ ആരോപണങ്ങളുടെ കുത്തൊഴുക്കുണ്ടാവുന്നു, ശബ്ദരേഖകൾ പുറത്തേക്ക് വരുന്നു. ആ ശബ്ദരേഖ പുറത്തേക്ക് വരുമ്പോൾ താങ്കൾ അടക്കമുള്ളവർ ബാക്ക് സ്റ്റാബ് ചെയ്യാണ്. അപമര്യാദയല്ല, നിങ്ങൾ സംസാരിച്ചത്. ഞാൻ വാദിക്കുന്ന കോടതിയിൽ അയാളോട് വരാൻ പറയൂ, ഞാൻ കാണിച്ചു കൊടുക്കാം. എന്താണ് കാണിച്ചു കൊടുക്കുന്നത്? ഞാൻ ആരോട് സംസാരിക്കേണ്ടത്? ഈ പറയുന്ന വ്യക്തിയോടാണോ? അല്ല ഞാൻ പറഞ്ഞ വി കെ സനാജുവിനോട് വ്യക്തിപരമായി ചോദിക്കുമ്പോൾ സ്വാഭാവിക പ്രകോപനം ഉണ്ടാവില്ലേ? താങ്കൾ അങ്ങനെ പറയാൻ പാടില്ല. ദീപ ജോസഫ്, എന്റെ ചോദ്യം അത് ഇല്ലല്ല, താങ്കളുടെ മനോഗതി എന്താണെന്നല്ല, പക്ഷെ താങ്കൾ എഴുതി വെക്കുന്നതും പറയുന്നതും ഒക്കെ സ്ത്രീവിരുദ്ധമാണ്. സനോജ്, ദീപ ജോസഫ് പ്രസ്താവനയോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സൗകര്യമുള്ളത് അല്ല, ഒരു സുപ്രീം കോടതി അഭിഭാഷകയാണ്. അല്ല ഞാൻ നിയമപരമായ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. രാഷ്ട്രീയം പറയാനാണെങ്കിൽ ആ സ്ത്രീയെ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കണം. പറയട്ടെ. ഇല്ല, മാന്യതയില്ല സംസാരിക്കുന്ന ഈ സ്ത്രീയൊന്നും ഇവരെല്ലാം അപമാനമാണ്. ഈ ചർച്ചയിൽ നിന്ന് ഇവരെ ഒഴിവാക്കണം. സംസാരിക്കേണ്ട കാര്യമില്ല. അവരെന്താ സംസാരിക്കുന്നത്? അവരാണോ തീരുമാനിക്കുന്നത് ഇവിടുത്തെ സ്ത്രീകളെ? അല്ലെന്നല്ല ഞാനും പറയുന്നത്. അല്ല ഞാൻ പറഞ്ഞ വി കെ സനോജ് പറയുന്നതും ഞാൻ പറയുന്നതും ബിആർഎൻ പറയുന്നതും ഇവിടെ ഉല്ലാസ് ബാബു പറയുന്നതും ഓരോരുത്തരുടെയും വസ്ത്രസ്വാതന്ത്ര്യം അവനവന്റെ വസ്ത്രസ്വാതന്ത്ര്യമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അതിലേക്ക് നോക്കാനും അത് വിമർശിക്കാനും ദീപയ്ക്ക് അവകാശമില്ല എന്ന് തന്നെ നിയമപരമായി പറയുന്നത്. അതെ, പിന്നെന്തിനാണ് ആ മര്യാദയോടെ എഴുതി വെക്കുന്നത്? വസ്ത്രം ധരിക്കാൻ നാമമാത്രമായ വസ്ത്രം ധരിക്കാൻ അവർക്ക് അവകാശമുണ്ടോ? അത്രയും തന്നെ അവകാശം എനിക്ക് പറയാനുണ്ട്. എന്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ ആരെയും ക്ഷണിക്കുന്നില്ല. ഇന്ന് ഈ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ്, ന്യൂസ് 24 ഈ ചർച്ച കേട്ടാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം രാഹുൽ മാങ്കൂട്ടം ഏതോ ഒരു സ്ത്രീയുമായി ഏതോ ഒരു സ്ത്രീയല്ല, ഏതോ കുറേയധികം സ്ത്രീകൾ, കുറേയധികം പെൺകുട്ടികൾ അങ്ങോട്ട് കയറി ലൈംഗിക അധിനിവേശം നടത്തിയ കാര്യമാണ് പറയുന്നത്. ആയിക്കോട്ടെ, തെറ്റാര് ചെയ്താലും പ്രൊഫഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അങ്ങനെ പറയും. അതിന് രാഷ്ട്രീയ പാർട്ടി അങ്ങനെ പറയൂ. അല്ല അത് ന്യായവാദം ചമയ്ക്കാതെ അങ്ങനെ പറയൂ. പ്രത്യേകിച്ച് സ്ത്രീകളോട് സ്ത്രീയാ പോലും ഇല്ല. പരാതി പറയുന്ന പെൺകുട്ടികളുടെ വസ്ത്രത്തിന്റെ അളവെടുക്കുക, നാണമില്ലാത്ത സ്ത്രീ.
നാണമുള്ളത് കൊണ്ടാണല്ലോ മുകേഷ് ഇന്നും MLA സ്ഥാനത്തും ഗണേഷ് ഇന്ന് മന്ത്രിസ്ഥാനത്തും തുടരുന്നത് അല്ലേ? പറയാൻ പാടില്ല. നിങ്ങൾക്ക് വീട്ടിലാളില്ലേ? മുകേഷും ഗണേഷും ഒക്കെ അതാത് സ്ഥാനങ്ങളിൽ തുടരുന്നത് നാണമുള്ളതുകൊണ്ടാണല്ലോ അല്ലേ? സ്വാതന്ത്ര്യമാണ്. ഇങ്ങനെ രാഷ്ട്രീയ ചർച്ചകൾക്ക് എന്നെ വിളിക്കരുത് ദയവേത്. എനിക്ക് രാഷ്ട്രീയ ചർച്ചകൾക്ക് താല്പര്യമില്ല. ഇല്ല ഞാൻ പറഞ്ഞു താങ്കൾ ഇപ്പോ ഞാൻ പറഞ്ഞു താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ സ്ത്രീ വിരുദ്ധത ചൂണ്ടിക്കാണിക്കൽ കൂടി നമ്മുടെ ലക്ഷ്യമാണ്. കാരണം താങ്കൾ സുപ്രീം കോടതി അഭിഭാഷകയാണ്. താങ്കൾ ഇത്തരം ഇരകൾക്ക് വേണ്ടി വാദിക്കേണ്ടതും ആൾക്കാരല്ലേ? ഇപ്പൊ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയൊക്കെ വാദിക്കുന്ന ഒരാളല്ലേ? അത്രയും സ്ത്രീ വിരുദ്ധത ഉള്ളിൽ പോയിക്കൊണ്ട് എങ്ങനെയാണ് സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുക? സപ്പോർട്ട് ചെയ്യുന്ന ആള് ഞാനാണ്. അത് നിങ്ങൾക്ക് തോന്നുന്നല്ലേ സ്ത്രീ വിരുദ്ധതയാണ്? നിങ്ങൾക്ക് തോന്നുന്നതല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ സ്ത്രീ വിരുദ്ധതയും ഈ ഒരു കാര്യമൊന്നും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഒരിക്കൽ പോലും നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനോട് ഇങ്ങനെ ഒരു മര്യാദ കാണിച്ച് ഞാൻ കണ്ടില്ലല്ലോ. ഇത്രയും ആരോപണങ്ങൾ ഉമ്മൻചാണ്ടി സാർ അവസാന നിമിഷം വരെ നേരിട്ടപ്പോഴും നിങ്ങളുടെ മര്യാദ ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങളെപ്പോലത്തെ ആളുകൾ ഈ ചർച്ചയിൽ ഇരിക്കാൻ പാടില്ല. എനിക്ക് ഈ ചർച്ചയിൽ തുടരാൻ സാധ്യമല്ല. ഇയാളെ പോലെയുള്ള വൃത്തികെട്ട ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് എനിക്ക് ഓക്കെ ചർച്ചയിൽ അത് പറഞ്ഞിട്ട് വീട്ടിലെ ആളെ കുറിച്ച് പറയാണോ? ഓക്കെ അവിടെ ദീപാ ജോസഫ് പോകണം. ശരി.